Hello children, welcome to Hindi class. हाथियों के रहगुसर എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. सड़क और जंगल के बीच डिवाइडर बनाने का उद्देश्य क्या है? റോഡിനും കാടിനും ഇടയിൽ ഡിവൈഡർ വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? हमारी और जानवरों की सुरक्षा के लिए सड़क और जंगल के बीच डिवाइडർ बनाते हैं. നമ്മുടെയും മൃഗങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് റോഡിനും കാടിനും ഇടയിൽ ഡിവൈഡർ വച്ചിരിക്കുന്നത്. बच्चे तो बच्चे ठहरे, इसे आपने क्या समझा? बच्चों का सहज स्वभाव है वह एक स्थान पर काफ़ी देर तक चुपचाप खड़े रहने को वे तैयार नहीं होंगे. ഇവിടെ കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾ അധികം സമയം ഒരിടത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതുപോലെ തന്നെയാണ് ആനക്കുട്ടികളും വലിയ ആനകളുടെ വലയം ഭേദിച്ച് പുറത്ത് കടക്കാൻ ശ്രമിച്ചത്. हाथियों की रहगुसर किसकी रचना है? യാദവേന്ദ്ര എഴുതിയ ഒരു ഘടനാവർണ്ണനാണ് हाथियों की रहगुसर. किस विधा की रचना है? घटना वर्णन. सही वाक्य चुनकर लिखिए. युवक ने हाथियों का വീഡിയോ बनाया. യുവാവ് ആനകളുടെ വീഡിയോ ചെയ്തു. ശരിയാണ്, സഹി. ഹത്തിനി അവർ ചോട്ടെ ബച്ചേനെ ആസാനി സെ ഡിവൈഡർ പാർക്ക് ചെയ്യുക. പിടിയാനയും ചെറിയ ആനയും വളരെ ഈസിയോടുകൂടി ഡിവൈഡർ കടന്നു എന്നാണ്. തെറ്റാണ്, ഗലത്. ബച്ചോं की सुरक्षा के लिए हाथियों ने झुंड बनाया. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആനകൾ വലിയൊരു ഗ്രൂപ്പായി നിന്നു. ശരിയാണ്, സഹി. സർദാർ ഹാത്തിനെ അപ്നെ കുൻബെ കോ സുരക്ഷിത രഹ. സർദാർ ഹാക്കി തൻ്റെ ഫാമിലിയെ സുരക്ഷിതമാക്കി വച്ചു. ശരിയാണ്, സഹി. കുൻബ പാനി പീനേക്ക് ലേ ചലാ ഗയ. അവരുടെ ആനകളുടെ ഫാമിലി വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. ശരി. സർദാർ ഹാത്തി ചുണ്ട് സെ അലഗ് ചലാ ഗയ. സർദാർ ഹാത്തി ആനക്കൂട്ടിൽ നിന്നും മാറിയാണ് നടന്നത്. ഗലത്താണ്, അവർ ഒരുമിച്ചാണ് നടന്നത്. ചിത്ര ദേഖി നമൂനയ്ക്ക് അനുസാർ സൂചനാ പട് തയ്യാർ കരെ. ചിത്രം നോക്കി ഒരു സൂചനാ പട് തയ്യാറാക്കാനാണ്. ആദ്യത്തേത് ഒരു ആനകളുടെ പിക്ചറാണ്. ആനകൾ കടന്നു പോകുന്ന വഴിയാണ്, ശ്രദ്ധിക്കണം എന്ന് പറയാനാണ്. സാവധാൻ. ഹാത്തിയോങ്കെ സടക്ക് പാർ കർണേക്ക് ജഗഹ് ഹേ. രണ്ടാമത്തെ പിക്ചറിന് ഉചിതമായ സൂചനാ പടാണ് ആഗ് ജലാന മനാഹേ. നെക്സ്റ്റ് പിക്ചർ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു എന്നാണ് സൂചനാ പട്. യഹാം പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹേ. മൃഗശാലയിൽ പോകുമ്പോൾ കാണുന്ന സൂചനാ പടാണ് ജാൻവരും കുഖാന ഖിലാന മനാഹേ. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. റോഡിൽ എന്തെങ്കിലും വർക്ക് നടക്കുകയാണെങ്കിൽ ഈ സൂചനാ പട് കാണാറുണ്ട്. ആകെ ജാന മനാഹേ, മുന്നോട്ട് പോകാൻ പാടില്ല. ഗിൻതിയ നമ്പേഴ്സ് പഠിക്കാം. 100 100, 200 200, 300 300, 400 400, 500 500, 600 600, 700 700, 800 800, 900 900, 1000 1000. रेखांकित अंश पर ध्यान दें. केरल और तमिलनाडु की सीमा पर बसे जंगल की बात है. हथनी और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गए. രണ്ട് വേർഡുകളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ചേർക്കുന്നത്. കേരൾ और तमिलनाडु. हथनी और उसका बड़ा बच्चा. इतनी संजीदगी और धीरज के साथ अपने फर्स्ट निफाते किसी को नहीं देखा था, किसी इंसान को भी नहीं. क्या आप इससे सहमत हैं? സർദാർ ഹാത്തിക്ക് തൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കണ്ടിട്ട് ലേഖക പറഞ്ഞ വാചകമാണ്. ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ്. ഹാം സഹമത് ഹേ. इस पाठभाग में हमने देखा है कि सरदार हाथी अपने कुनबे के प्रति कितने चिंतित और सक्रिय है. സർദാർ ഹാത്തി തൻ്റെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്നതും വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്നതും ഈ പാഠഭാഗത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ലേഖകൻ പറയുന്നതോട് നമ്മൾ യോജിക്കുന്നു. നദി കി ദോനോം തരഫ് ക്യാ ലിഖാ ഹുവാ ഹേ. हाथियों की सड़क पार करने की जगह है. यदि आपको हाथी दिखाई दे तो रुक जाइए. हाथियों को सड़क पार करने दे. बड़े हाथियों ने बच्चों को चारों तरफ से घेर रखा था. क्यों? बच्चों की सुरक्षा के लिए. വലിയ ആനകൾ
ചെറിയ ആനകളുടെ ചുറ്റും കൂടി നിന്നത് എന്തിനാണ്? കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്.